2011 മുതൽ നടപടി തുടങ്ങിയ ശബരിമല റോപ്വേ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. അതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ സർക്കാർ ഉത്തരവ്. കേബിൾ കാർ സർവീസിനുള്ള റോപ്വേ പദ്ധതി നടപ്പാക്കാനായി വനം വകുപ്പ് വിട്ടുകൊടുക്കേണ്ടത് 4.5336 ഹെക്ടർ ഭൂമിയാണ്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ മാനദണ്ഡ പ്രകാരം തുല്യമായ ഭൂമി പരിഹാര വനവൽക്കരണത്തിനായി സംസ്ഥാന വനം വകുപ്പിന് കൈമാറണം. ഇതുപ്രകാരം കൊല്ലത്തെ കുളത്തുപുഴ വില്ലേജിൽ കണ്ടെത്തിയ ഭൂമി വനം വകുപ്പിന് പോക്കുവരവ് ചെയ്ത് നൽകും. ആദ്യം ചരക്ക് സേവനത്തിന് മാത്രമായി വിഭാവനം ചെയ്തിരുന്ന റോപ്വേ ആംബുലൻസ് സേവനത്തിന് കൂടി ഉപയോഗിക്കുമ്പോൾ അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാകും. മാത്രമല്ല ശരണപാതയിലെ ട്രാക്ടർ ഓട്ടത്തിനും അറുതിയാകും. ഫൈനൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വനം വകുപ്പിനോട് അനുമതിക്കായിട്ട് ഫൈനൽ ക്ലിയറൻസിന് വേണ്ടി വനം വകുപ്പിന് അപേക്ഷ നൽകും. അത് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് നിർമ്മാണം തുടങ്ങാനും സാധിക്കും. കഴിഞ്ഞ മണ്ഡല മകരവിളക്കാലം ഏതാണ്ട് 65 ലക്ഷത്തോളം അയ്യപ്പഭക്തന്മാരാണ് ശബരിമലയിൽ വന്നുപോയത്. അവരുടെ ആ ഒഴുക്കിന് വലിയ തടസ്സമായി വന്നത് ട്രാക്ടർ അടക്കമുള്ള ചരക്ക് വാഹനങ്ങളുടെ വരവായിരുന്നു. 2.7 കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ട റോപ്വേയുടെ നീളം. പദ്ധതി നടപ്പാക്കുന്നത് റോപ്വേ കമ്പനിയായ 18 സ്റ്റെപ്പ് ദാമോദറാണ്. പുതുക്കിയ രൂപരേഖ പ്രകാരം 250 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പമ്പ ഹിൽ ടോപ്പ് മുതൽ സന്നിധാനത്തെ പോലീസ് ബാരക്കിന് പിൻഭാഗം വരെയാണ് റോപ്വേ. 2 ഭാഗത്തു നിന്നും സർവീസ് ഉണ്ടാകും. 10 മിനിറ്റ് മതി ഒരു വശത്തേക്ക് എത്താൻ. പമ്പയിൽ നിന്ന് പുറപ്പെട്ടാൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടാകില്ല. നിലവിലെ ശരണപാതയോട് ചേർന്നാണ് പുതിയ റോപ്വേയുടെ രൂപരേഖ. ആകെയുള്ള 5 ടവറുകൾ ഈ ഭാഗത്താകും. ഒരേ സമയം റോപ്വേയിൽ 40 മുതൽ 60 കേബിൾ കാറുകളുടെ വരെ സർവീസ് സാധിക്കും. റോപ്വേ നിർമ്മാണത്തിനായി ഏകദേശം 100 മരങ്ങൾ വനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. 80 എണ്ണം പൂർണ്ണമായി മുറിക്കണം, 17 എണ്ണം ഭാഗികമായും. രൂപരേഖ മാറ്റിയത് കൊണ്ടാണ് മരത്തിന്റെ എണ്ണം കുറഞ്ഞത്. പകരം വനവൽക്കരണത്തിന് ഭൂമി ലഭിച്ചതിനാൽ ഇനി അന്തിമ അനുമതിക്കായി റോപ്വേ കമ്പനി വനംവകുപ്പിന് അപേക്ഷ നൽകും. പിന്നെ നിർമ്മാണ ഘട്ടമാണ്. 24 മാസമാണ് പ്രതീക്ഷിക്കുന്നത്. അത് 2 വർഷമായി മഴയുള്ള സമയങ്ങളിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. നട തുറന്നിരിക്കുമ്പോൾ സ്വാമിമാരുടെ തിരക്കുള്ള സമയത്ത് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വരും. അനുമതി വൈകാതെ നിർമ്മാണത്തിലേക്ക് നീങ്ങിയാൽ 2026 ശബരിമല റോപ്വേ യാഥാർത്ഥ്യമാകും. റോപ്വേ ഭക്തരുടെ നീക്കത്തിന് ഉപയോഗിക്കണമെങ്കിൽ വലിയ ചർച്ചകൾ വേണ്ടിവരും. കാരണം ശബരിമലയിലെ ആചാരം മല ചവിട്ടി വന്ന് അയ്യപ്പ ദർശനമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.